കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റും സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെയും കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു വീഡിയോ അവതരിപ്പിക്കുന്നതിനുള്ള പശ്ചാത്തലം 2026 മാർച്ച് മാസം 7-ാം തീയതി കേരളത്തിൽ UDF ഐക്യജനാധിപത്യ മുന്നണി സംഘടിപ്പിച്ച പുതുയുഗ യാത്രയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് പുതുയുഗ യാത്ര അവസാനിച്ചപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധി 2026 ഏപ്രിൽ മാസം നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 5 വാഗ്ദാനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുകയുണ്ടായി. അതിൽ ഒന്നാമത്തെ വാഗ്ദാനം കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നതായിരുന്നു. ഇത് എത്രമാത്രം സത്യസന്ധതയുള്ള ഒരു വാഗ്ദാനമാണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതിന് സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കണം. ആദ്യം നമുക്ക് കേരളത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കാം. കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി 60 വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ അനുവദിക്കുന്നത് 1980 EK നയനാർ മുഖ്യമന്ത്രിയായിട്ടുള്ള ഇടതുപക്ഷ സർക്കാരായിരുന്നു. നിർഭാഗ്യവശാൽ ആ സർക്കാരിന് 5 വർഷം മുഴുവിപ്പിക്കാൻ കഴിഞ്ഞില്ല. എങ്കിൽ പോലും ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ 60 വയസ്സ് കഴിഞ്ഞ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന കർഷക തൊഴിലാളികൾക്ക് 45 രൂപ മാസം പെൻഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു. അന്ന് ആ പ്രഖ്യാപനത്തെ കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് UDFന്റെ ഭാഗമായി നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളുമെല്ലാം നേരിട്ടത് പ്രത്യുൽപാദനപരമല്ലാത്ത ഒരു സർക്കാർ ചെലവ് എന്ന മട്ടിലായിരുന്നു. അതിനെ വിമർശിച്ചിരുന്നു. അടുത്ത കാലത്തും UDF അതിനെ ഇത്തരത്തിലുള്ള പെൻഷൻ കൊടുക്കുന്ന സമ്പ്രദായത്തെ കൈക്കൂലിയായി വിശേഷിപ്പിച്ചിരുന്നു നമുക്കൊക്കെ അറിയാം. 1982 നയനാർ ഗവൺമെന്റ് മാറി K കരുണാകരന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ 45 രൂപയായിരുന്ന പെൻഷനിൽ 1 രൂപ പോലും അടുത്ത 5 വർഷ കാലഘട്ടത്തിൽ വർധനവ് വരുത്തിയിട്ടില്ല. 1987 വീണ്ടും അധികാരത്തിൽ വന്ന EK നയനാർ ഗവൺമെന്റ് 45 രൂപയായിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 60 വയസ്സിന് മുകളിലുള്ള അസംഘടിത മേഖലയിൽ മറ്റ് വരുമാന മാർഗങ്ങളൊന്നുമില്ലാത്ത സ്റ്റാറ്റ്യൂട്ടറി പെൻഷനൊന്നും ഇല്ലാത്ത ആളുകൾക്ക് കൊടുക്കുന്ന ദാരിദ്ര്യക്ക് താഴെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന പെൻഷനിൽ 15 രൂപ വർധനവ് വരുത്തി അത് 60 രൂപയാക്കി വർദ്ധിപ്പിച്ചു. അങ്ങനെ 1991 രാജീവ് ഗാന്ധിയുടെ മരണത്തെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ഗവൺമെന്റിന് ഭൂരിപക്ഷം നഷ്ടപ്പെടുകയും വീണ്ടും 1991 ശ്രീമാൻ K കരുണാകരന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരികയും ചെയ്തു. 1991 അധികാരത്തിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് ഗവൺമെന്റ് അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം മുഖ്യമന്ത്രി സ്ഥാനം AK ആന്റണിക്ക് 94 കൂടി കൈമാറിയെങ്കിലും 2 മുഖ്യമന്ത്രിമാരുടെയും നേതൃത്വത്തിൽ 5 വർഷം പിന്നിട്ട ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ 1 രൂപയുടെ വർധനവ് പോലും വരുത്താതെ 60 രൂപയാക്കി നിലനിർത്തി പടിയിറങ്ങി. ഈ കാലഘട്ടത്തിലാണ് 1996 വീണ്ടും EK നയനാറിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ
ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുന്നത്. 1996 മുതൽ 2001 വരെ അധികാരത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷ സർക്കാർ 60 രൂപയായിരുന്ന വാർദ്ധക്യകാല പെൻഷൻ മറ്റു സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും 120 രൂപയാക്കി വർദ്ധിപ്പിച്ച് നേരെ ഇരട്ടിയാക്കി. 2001 മുതൽ 2006 വരെയുള്ള 5 വർഷ കാലഘട്ടത്തിൽ അധികാരത്തിൽ വന്ന ആന്റണിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെന്റും അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെന്റും മാറി മാറി 5 വർഷം ഭരിച്ചിട്ടും 1 രൂപ പോലും സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ വയോധികരുടെ, ദരിദ്രരുടെ, അസംഘടിത മേഖലയിൽ ജോലി ചെയ്ത് വിരമിച്ച് ഇനി ജോലി ചെയ്യാൻ കഴിയാത്ത ആളുകളുടെ പെൻഷനിൽ 1 രൂപയുടെ വ്യത്യാസം പോലും വരുത്തിയില്ല. ഇതാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ചരിത്രം. 2006 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരികയും അത് 2011 വരെ തുടരുകയും ചെയ്തു. 2006 മുതൽ 2011 വരെ ഉണ്ടായിരുന്ന സഖാവ് വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ഗവൺമെന്റ് പെൻഷൻ തുക 120 രൂപയായിരുന്നത് അതിന്റെ 3 ഇരട്ടി വർദ്ധിപ്പിച്ച് 380 രൂപ കൂടെ കൂട്ടിച്ചേർത്ത് 500 രൂപയാക്കി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മാറ്റിയെടുത്തു. അങ്ങനെ കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2006 മുതൽ 2011 വരെയുള്ള കാലഘട്ടത്തിൽ അത് 500 രൂപയായി മാറി. 2011 വീണ്ടും ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രിയായിട്ടുള്ള ഗവൺമെന്റ്, കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. അത് 2016 വരെ തുടർന്നു. 500 രൂപയായിരുന്ന പെൻഷനിൽ 100 രൂപ കൂട്ടി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ 1.5 വർഷക്കാലത്തോളം ഈ 600 രൂപ വർദ്ധിപ്പിച്ച ആകെയുള്ള 100 രൂപ ഉൾപ്പെടെ 600 രൂപയുള്ള ആയിട്ടുള്ള പെൻഷൻ കൊടുത്തതേയില്ല ആൾക്കും. 18 മാസ കുടിശ്ശിക വരുത്തി പെൻഷനിൽ 1.5 വർഷക്കാലത്തെ ചെറിയൊരു തുക അത് കൊടുക്കാൻ കഴിഞ്ഞില്ല. 2016 നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത്, ഞങ്ങൾ പെൻഷൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നാൽ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് മാത്രമല്ല, മുൻപിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ 1.5 വർഷക്കാലം കൊടുക്കാതിരുന്ന പെൻഷൻ തുകയുടെ കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്തു തീർക്കുമെന്നാണ്. 2006 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് അടുത്ത മാസം മുതൽ തന്നെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള പെൻഷൻ തുക കൊടുത്തു തുടങ്ങുകയും പെൻഷൻ 1500 രൂപയാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർക്കണം. 2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന 60 വയസ്സിന് മുകളിലുള്ള ആളുകളുടെയും, അത് പിന്നെ ഭൂരിഭാഗവും അവരാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ വരുന്നത്, 60% കൂടുതൽ അവരാണ്. പിന്നെ വിഡോ പെൻഷൻ 18 വയസ്സിന് മുകളിൽ ഉള്ളതും ഭർത്താവ് മരിച്ചുപോയതും BPL കുടുംബങ്ങളുമായിട്ടുള്ള സ്ത്രീകൾക്ക് കൊടുക്കുന്ന വിധവാ പെൻഷൻ, അംഗവൈകല്യമുള്ള ആളുകൾക്ക് കിട്ടുന്ന മറ്റു പെൻഷനുകൾ 18 വയസ്സിന് മുകളിലുള്ളത്, 50 വയസ്സ് കഴിഞ്ഞ് വിവാഹിതരാകാത്ത സ്ത്രീകൾക്ക് കൊടുക്കുന്ന പെൻഷൻ, ഇതെല്ലാം കൂടെ ചേർന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ ആകെ 32.5 ലക്ഷം പേർക്കാണ് കൊടുത്തിരുന്നതെങ്കിൽ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 32.5 ലക്ഷം പേർക്കാണ് കൊടുത്തിരുന്നതെങ്കിൽ 2016 ശ്രീമാൻ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പടിയിറങ്ങുമ്പോൾ കേരളത്തിൽ ആകെ ലഭിച്ചിരുന്ന വിവിധ തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരുടെ എണ്ണം വെറും 34 ലക്ഷമായിരുന്നു. 2016 അധികാരത്തിൽ വന്ന ഒന്നാം പിണറായി സർക്കാർ
ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷന് അർഹരായവരുടെ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തു. അങ്ങനെ പെൻഷൻ തുക 1500 രൂപയാക്കി വർദ്ധിപ്പിച്ചു. 600 രൂപയിൽ നിന്നും 1500 രൂപയാക്കി വർദ്ധിപ്പിച്ചു. കൂടാതെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊടുക്കാതിരുന്ന 18 മാസത്തെ കുടിശ്ശികയും കൊടുത്തു തീർത്തു. ഇതിനെല്ലാം ഉപരിയായിട്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 48 ലക്ഷത്തോളം ആളുകൾക്ക് വിവിധ തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ നെറ്റ്വർക്കിനകത്ത് ആ പെൻഷന്റെ ആനുകൂല്യം കിട്ടുന്ന ജനസംഖ്യയുടെ അനുപാതം ഗണ്യമായി വർദ്ധിപ്പിച്ചു. 2025 നവംബർ ആവുമ്പോൾ, രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടമാവുമ്പോൾ അത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം മാത്രം കേരളത്തിൽ 49 ലക്ഷം, 49.74 ലക്ഷം, ഏകദേശം 50 ലക്ഷം ആളുകൾക്കടുത്ത് അത് മാത്രമുണ്ട്. ഇതിനു പുറമെയാണ് 12 ലക്ഷത്തോളം വരുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് 2000 രൂപയും വിവിധ തരത്തിലുള്ള തുകകൾ പെൻഷൻ വാങ്ങുന്ന 12 ലക്ഷം ആളുകൾ ഉൾപ്പെടെ ഇന്ന് കേരളത്തിൽ 62 ലക്ഷം ആളുകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നുണ്ട്. കേരളത്തിലെ ജനസംഖ്യയുടെ ശതമാനമായിട്ടെടുത്താൽ 60 വയസ്സിന് മുകളിൽ ഉള്ള ആളുകളുടെ എണ്ണം ആകെ 67 ലക്ഷമേ ഉള്ളൂ. ഇനി നമ്മൾ കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനിലെ രണ്ടാം പിണറായി സർക്കാർ ചെയ്ത മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒന്നാം പിണറായി സർക്കാർ 1500 രൂപയായി വർദ്ധിപ്പിച്ചത് അവിടെ നിർത്തുകയല്ല ചെയ്തത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രംഗത്ത് രണ്ടാം പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയ 1500 രൂപയെ ആദ്യം 1600 രൂപയാക്കിയും അതിനുശേഷം 2000 രൂപയാക്കിയും വർദ്ധിപ്പിച്ചു. ഇതുകൊണ്ട് അവസാനിപ്പിച്ചില്ല. 32 ലക്ഷത്തോളം വരുന്ന 30 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള വീട്ടമ്മമാർക്ക് മാസം 1000 രൂപ വീതം കൊടുക്കാൻ തീരുമാനിച്ചു. അത് പ്രേരണ പത്രികയിലെ ഒരു വാഗ്ദാനമായിരുന്നു. അപ്പൊ 62 ലക്ഷത്തിന്റെ കൂടെ 32 ലക്ഷം കൂടെ ചേരുന്നു. 94 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. ഇതിനു പുറമെ 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പരീക്ഷകളിൽ അവർക്ക് തൊഴിൽ പരിശീലനം നേടാനും അവർക്ക് അത്തരത്തിലുള്ള പരിശീലന പരിപാടികളിൽ പങ്കെടുക്കുന്നതിനുമായി 1000 രൂപ സ്റ്റൈപ്പൻഡായി കൊടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ 94ഉം 5ഉം 90 ഏകദേശം 1 കോടി ജനങ്ങൾ ഇന്ന് കേരള സർക്കാരിന്റെ വിവിധ തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ആനുകൂല്യം ലഭിക്കുന്നവരാണ്. ഇതാണ് കേരളത്തിലെ ഇടതുപക്ഷവും കോൺഗ്രസ് ഗവൺമെന്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ശ്രീമാൻ രാഹുൽ ഗാന്ധി പറഞ്ഞ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നുള്ള വാഗ്ദാനത്തെ വിലയിരുത്തുവാൻ. കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ കോൺഗ്രസ് നടപ്പിലാക്കിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ ചരിത്രം കൂടി എടുത്താലേ ഈ പറഞ്ഞ വാഗ്ദാനത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നറിയാൻ കഴിയും. 1991 ശ്രീമാൻ PV നരസിംഹറാവുവിന്റെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ മരണത്തെ തുടർന്നുണ്ടായ സഹതാപ തരംഗത്തിൽ അധികാരത്തിൽ വന്ന കോൺഗ്രസ് സർക്കാർ, അന്ന് കോൺഗ്രസിന്റെ ധനകാര്യമന്ത്രിയായിരുന്ന യശസ്വരീനായ ശ്രീമാൻ മൻമോഹൻ സിംഗ്, ഇവരെല്ലാവരും കൂടെ ചേർന്ന് അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ഇന്ത്യയിലുണ്ടായ അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് IMF-ൽ നിന്നും ലോകബാങ്കിൽ നിന്നും എടുത്ത വായ്പകളുടെ ഉപാധികളായി IMF-ഉം ലോകബാങ്കും മുന്നോട്ട് വെച്ച ഒരു കണ്ടീഷനാണ് ഇന്ത്യയിലെ പാവപ്പെട്ട കർഷകർക്കും മറ്റു തൊഴിലാളികൾക്കും അസംഘടിത വിഭാഗക്കാർക്കും കൊടുക്കുന്ന എല്ലാവിധമായ സബ്സിഡികളും നിങ്ങൾ മതിയാക്കണം. പകരം അഗതികൾക്ക്
അവരെ ഇംഗ്ലീഷിൽ ഡെസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയും. അതിന് അഗതികൾ എന്ന് പറഞ്ഞാൽ ഈ കടവരാന്തി കിടന്നുറങ്ങുകയും യാതൊരു വിധമായ വരുമാനമില്ലാത്തവരെയാണ് നമ്മൾ മറ്റു ഒരു തരത്തിലും ജീവിക്കാൻ മാർഗമില്ലാത്ത ദാരിദ്ര്യക്ക് താഴെയുള്ളവരല്ലേ അവര്, അതിലും താഴെയുള്ളവരാണ്. ആ അഗതികൾക്ക് 1995 ലോകബാങ്കിന്റെയും IMF-ന്റെയും കുറിപ്പടി പ്രകാരം മാസത്തിൽ 75 രൂപ വെച്ച് കൊടുക്കുവാൻ തീരുമാനിച്ചു. ഇതാണ് കോൺഗ്രസിന്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ആരംഭം. 1995 ആരംഭിച്ചു. 1995 മുതൽ 2001 വരെയും അതിനുശേഷം 2004 മുതൽ 2014 വരെയും വിവിധ ഗവൺമെന്റുകൾ അധികാരത്തിലുണ്ടായിരുന്നുവെങ്കിലും ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് കോൺഗ്രസിനായിരുന്നു. ഇതിനിടയ്ക്ക് 5 വർഷം BJP-യുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ഈ 75 രൂപ പെൻഷൻ 2006 വരെ അങ്ങനെ തന്നെ തുടർന്നു. 2004 അധികാരത്തിൽ വന്ന ശ്രീമാൻ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഗവൺമെന്റ് അന്ന് അവർക്ക് ഭരിക്കുന്നതിനുള്ള ഭൂരിപക്ഷം ഇല്ലാതിരുന്നത് കൊണ്ട് 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 60 MP-മാരുടെ പിന്തുണ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നത് കൊണ്ട് ഇടതുപക്ഷത്തിന്റെ പിന്തുണ സ്വീകരിക്കുന്നതിന്റെ ഒരു കണ്ടീഷനായി രാജ്യത്തെ പട്ടിണി പാവങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണമെന്നുള്ള ഒരു നിർദ്ദേശം വയ്ക്കുകയും അങ്ങനെ 2006 നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം 1995 ആരംഭിച്ച NSSA നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം വിപുലീകരിച്ച് ആ പെൻഷൻ തുക 200 രൂപയാക്കാൻ തീരുമാനിച്ചു. 2006 200 രൂപയാക്കുമ്പോഴും പെൻഷന് അർഹനാവണമെന്നുണ്ടെങ്കിൽ 65 വയസ്സാവണം. 60 വയസ്സായവർക്ക് പെൻഷൻ ഇല്ല. അന്ന് ഇന്ത്യയിലെ ശരാശരി ആയുർദൈർഘ്യം 65 വയസ്സായിരുന്നു. ശരാശരി ഒരു ഇന്ത്യക്കാരൻ മരിച്ചതിന് ശേഷം മാത്രമേ പെൻഷൻ കിട്ടുള്ളൂ നിർബന്ധം പിടിച്ചു. 200 രൂപയാക്കി. ആ 200 രൂപയാക്കിയ പെൻഷൻ പിന്നെ 2014 കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നതുവരെ 1 രൂപ പോലും വർദ്ധിപ്പിച്ചിട്ടില്ല. 2009 നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന് പറയുന്ന 95 കൊണ്ടുവന്ന പദ്ധതിയുടെ പേര് മാറ്റി ഇന്ദിരാഗാന്ധി ഓൾഡ് ഏജ് പെൻഷൻ സ്കീം എന്ന് മാറ്റിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ഓൾഡ് ഏജ് വിഡോ സ്കീം എന്നും ഇന്ദിരാഗാന്ധി ഡിസബിലിറ്റി സ്കീം എന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ പേര് മാറ്റി അതോടൊപ്പം 80 വയസ്സിൽ 65 വയസ്സായിരുന്നു ആയുർദൈർഘ്യം. ഏതെങ്കിലും കാരണവശാൽ 80 വയസ്സ് വരെ ഒരാൾ ജീവിച്ചിരിക്കുമെങ്കിൽ ഇന്ത്യയിലെ ജനസംഖ്യയിൽ തന്നെ 0.5% ആളുകൾ മാത്രമേ 0.5% താഴെയുള്ള ആളുകൾ മാത്രമേ 80 വയസ്സിന് മുകളിൽ ജീവിച്ചിരിക്കുന്നുള്ളൂ. അതിൽ അസംഘടിത മേഖലയിൽ പാവപ്പെട്ട ആരെങ്കിലും 80 വയസ്സിന് മുകളിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് 500 രൂപ പെൻഷൻ കൊടുക്കാനും തീരുമാനിച്ചു. അതാണ് ആകെ ഉണ്ടായ മാറ്റം. പക്ഷേ ഇതിനെ അവലംബിച്ച കണക്കാണെങ്കിലോ 2001 സെൻസസും 2004 ദാരിദ്ര്യരേഖ കണക്കാക്കുന്നതിന് അവലംബിച്ച നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിന്റെ കണക്കുമായിരുന്നു. ആ കണക്കാണ് ഇപ്പോഴും അവലംബിക്കുന്നത്. കേരളത്തിലും ഇത്തരത്തിൽ 60 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ള ആളുകൾക്ക് 200 രൂപ വെച്ച് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ അത് കിട്ടുന്നത് വെറും 4.5 ലക്ഷം ആളുകൾക്ക് മാത്രമാണ്. കാരണം ഈ കണക്ക് 2001 കണക്കാണ്, അത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് സ്വാഭാവികമായും ഇലക്ഷൻ മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കുന്നതോടൊപ്പം കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP-യുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണിയും കേരളത്തിൽ പെൻഷൻ കൂട്ടുമെന്ന് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരുടെ ചരിത്രം കൂടെ ഒന്ന് നോക്കുന്നത് നന്നാവും. 2012 മിഹിർ ഷായുടെ നേതൃത്വത്തിലുള്ള ടാസ്ക് ഫോഴ്സ് മുന്നോട്ട് വെച്ച നിർദ്ദേശമുണ്ട്. ഈ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം അതിന്റെ കീഴിൽ വരുന്ന വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർദ്ധക്യ പെൻഷൻ, ഇവ കാലാകാലങ്ങളിൽ നവീകരിക്കണമെന്ന്
ഡോക്ടർ മിഹിർ ഷായുടെ നേതൃത്വത്തിലുള്ള ടാസ്ക് ഫോഴ്സ് കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ 2017 കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള BJP സർക്കാർ തന്നെ നിയമിച്ച നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. ഈ അഡ്വൈസറി കമ്മിറ്റി 2017 രൂപീകരിക്കുമ്പോൾ കൊടുത്തിരുന്ന ഒരു നിബന്ധന, ഓരോ 6 മാസത്തിലൊരിക്കൽ, ഏറ്റവും കുറഞ്ഞത് വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം അഡ്വൈസറി കമ്മിറ്റി, അത് വിവിധ മന്ത്രാലയങ്ങളുടെ പ്രതിനിധികളുണ്ട്, NGOകളുടെ പ്രതിനിധികളുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുണ്ട്, ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും വിളിച്ചു ചേർക്കണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഓർഡറിൽ പറയുന്നുണ്ട്. 2017 രൂപീകരിച്ച ഈ കമ്മിറ്റി 2018 കൊടുത്ത കേന്ദ്ര സർക്കാരിന് കൊടുത്ത നിർദ്ദേശം, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഏറ്റവും കുറഞ്ഞത് 2000 രൂപയെങ്കിലും ആക്കണം 2017. കൂടാതെ ഓരോ വർഷവും ശമ്പള കമ്മീഷൻ എന്ന പോലെ അവർക്ക് പണപ്പെരുപ്പത്തിനനുസരിച്ച് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിന് ഉപോത്ബലകമായി പറഞ്ഞത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ പ്രകാരം, ഇന്ത്യൻ ഭരണഘടന 41, 42 വകുപ്പുകൾ പ്രകാരം ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന വൃദ്ധരെയും തൊഴിലില്ലാത്തവരെയും മറ്റ് അംഗവൈകല്യമുള്ളവരെയും ആലംബഹീനരായിട്ടുള്ള പാവപ്പെട്ടവരെയും സംരക്ഷിക്കേണ്ട, അവർക്ക് മിനിമം വരുമാനം കൊടുത്ത് സംരക്ഷിക്കേണ്ട ചുമതല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടേതാണ്. കേന്ദ്ര സർക്കാർ ഈ ചുമതല നിറവേറ്റുന്നില്ല എന്ന് ആദ്യമായി പറയുന്നത് 2023 പ്രസിദ്ധീകരിച്ച കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടാണ്. കൺട്രോളർ ഓഡിറ്റർ ജനറൽ പറഞ്ഞത് 2019 ശേഷം അഡ്വൈസറി കമ്മിറ്റി, നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാമിന്റെ അഡ്വൈസറി കമ്മിറ്റി കൂടിയിട്ടില്ല എന്ന് മാത്രമല്ല, 15ാം ധനകാര്യ കമ്മീഷൻ 2021 മുതൽ 2026 വരെയുള്ള 15ാം ധനകാര്യ കമ്മീഷന്റെ പരിഗണനയ്ക്ക് ഈ വിഷയം വന്നപ്പോൾ കേന്ദ്ര സർക്കാർ നിർബന്ധം പിടിച്ചത്, ഒരു കാരണവശാലും വാർദ്ധക്യകാല പെൻഷനും മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളൊന്നും 200 രൂപ എന്നുള്ളത് വർദ്ധിപ്പിക്കാൻ കഴിയില്ല, വർദ്ധിപ്പിക്കേണ്ട ആവശ്യവുമില്ല എന്ന് ഒരു കാര്യം പറഞ്ഞു. മറ്റൊന്ന്, ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2001 ഏകദേശം 1/4 നൂറ്റാണ്ട് മുമ്പുണ്ടായ കണക്ക് പ്രകാരമാണ്, അത് ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു. അതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ സർക്കാർ കൊടുക്കുന്ന പെൻഷൻ 2000 രൂപ, അതിൽ 4 ലക്ഷം പേർക്ക് ഏകദേശം 200 രൂപ കേന്ദ്ര സർക്കാരിന്റെ വരുന്നുണ്ട്. പക്ഷേ വലിയ കാലതാമസം ഉണ്ടായിട്ടാണ് അത് കിട്ടുന്നത്. അപ്പോൾ ഭരണഘടനാ പ്രകാരമുള്ള ചുമതലകൾ നിറവേറ്റാത്ത ഒരു BJP ഗവൺമെന്റും അവസരം കിട്ടിയപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിനെ അവഗണിക്കുകയായിരുന്നു. ഇനി മറ്റൊരു കാര്യം കൂടെ ഈ വീഡിയോയിൽ നിർബന്ധമായും പറയേണ്ടതുണ്ട്. അതെന്താണ്? 2019 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഇവിടെ പ്രഖ്യാപിച്ച ശ്രീമാൻ രാഹുൽ ഗാന്ധി തന്നെ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ടായി. മിനിമം ഇൻകം ഗ്യാരണ്ടി സ്കീം എന്നാണ് എൻ്റെ പേര്. ഇന്ത്യയിലെ 20% പാവപ്പെട്ട കുടുംബങ്ങൾക്ക്, ഏകദേശം 5 കോടി കുടുംബങ്ങൾക്ക് വർഷത്തിൽ 74,000 രൂപ വെച്ച് കൊടുക്കും. അതായത് ഒരു മാസം 6,000 രൂപ ധനസഹായം കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. സ്വാഭാവികമായും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ പറ്റാത്തതുകൊണ്ട് അത് നടപ്പിലാക്കാൻ കഴിയില്ല. പക്ഷെ കർണാടകയിൽ കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. കർണാടകയിൽ ഈ സ്കീം നടപ്പിലാക്കിയിട്ടില്ല. കർണാടകയിൽ ഇപ്പോ കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത്. കർണാടകയിൽ ഇപ്പോ കൊടുക്കുന്ന പെൻഷൻ എത്രയാണ്? കർണാടകയിൽ കൊടുക്കുന്നത് 600 രൂപയാണ്. അതിൽ 200 രൂപ കേന്ദ്ര സർക്കാരിൻ്റെതും 400 രൂപ സംസ്ഥാനത്ത്. അപ്പോ ഭരണഘടനയുടെ 41, 42 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ പ്രകാരം സംസ്ഥാന സർക്കാർ ഓരോ സംസ്ഥാന സർക്കാരിൻ്റെയും കപ്പാസിറ്റി അനുസരിച്ച് അവരുടെ സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ
വളർച്ചയുടെയും അതിൻ്റെ സൈസ്, അതിൻ്റെ എമൗണ്ടിനും അനുസരിച്ച് പെൻഷൻ കൊടുക്കണമെന്നാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിന്റെ പ്രതീക്ഷ വരുമാനം 10ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സാമൂഹിക പെൻഷൻ കൊടുക്കുന്നതിന്റെ കണക്കെടുത്താൽ കേരളം നിൽക്കുന്നത് 1ാം സ്ഥാനത്താണ്. തെലങ്കാന കേരളത്തെക്കാൾ അല്പം കൂടുതൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ തെലങ്കാനയിലാകെ 42 ലക്ഷം ആളുകൾക്ക് ഈ സോഷ്യൽ സെക്യൂരിറ്റി നെറ്റ്വർക്ക് വരുന്നുള്ളൂ. അപ്പോ ഇതാണ് ഇനി ബി ജെ പി ഭരിക്കുന്ന, ഇന്ത്യയിലെ കൂടുതൽ സംസ്ഥാനങ്ങളും ഭരിക്കുന്ന BJP സർക്കാരാണല്ലോ. അതും കൂടെ ഒന്ന് പരിശോധിക്കാം. BJP സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എത്രയാണ് വാർദ്ധക്യകാല പെൻഷൻ നോക്കാം. കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന 200 രൂപയും കൂടെ കൂട്ടിയാണെങ്കിൽ NDA ഭരിക്കുന്ന ബീഹാറിൽ ഇപ്പോൾ കിട്ടുന്നത് 400 രൂപയാണ്. ഒഡീഷയില് NDA BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ് ഭരിക്കുന്നത്. കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന 200 രൂപയുടെ കൂടെ കൂട്ടി ഇപ്പോൾ കൊടുക്കുന്ന വാർദ്ധക്യകാല പെൻഷൻ 500 രൂപയാണ്. മധ്യപ്രദേശിൽ 600 രൂപ, രാജസ്ഥാനിൽ 750 രൂപ. അടുത്ത കാലത്ത് ചെറിയൊരു വർധനവോടെ വരുത്തിയിട്ടുണ്ട്. ഇത് CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എടുത്തിരിക്കുന്ന കണക്കുകളാണ് ഞാൻ പറയുന്നത്. 2023 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ഇതാണ്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള കണക്കുകളാണ്. അതിൽ കാലാകാലങ്ങളായി ഉള്ള മാറ്റങ്ങളും കൂടെ വരുത്തിയിട്ട് ഗുജറാത്ത് സമ്പന്നമായ സ്റ്റേറ്റ് എന്നാണ് അവകാശപ്പെടുന്നത്. അവിടെ കൊടുക്കുന്ന പെൻഷൻ 750 രൂപയാണ്. മഹാരാഷ്ട്ര BJPയുടെ നിയന്ത്രണത്തിലുള്ള സംസ്ഥാനമാണല്ലോ, 1000 രൂപ. തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ത്രിപുര ഇങ്ങനെയുള്ള ഏത് സംസ്ഥാനങ്ങൾ എടുത്താലും അവിടെയെല്ലാം കേരളത്തെക്കാൾ വളരെ കുറവാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത്. അപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്നത് ഒരു സർക്കാരിൻ്റെ കാഴ്ചപ്പാടിൻ്റെയും സമൂഹത്തിലെ വിവിധ ജനങ്ങളോടുള്ള സമീപനങ്ങളുടെയും ഒരു പ്രതിഫലനമാണ്. ആ പ്രതിഫലനം ഇന്ന് ഇന്ത്യയിൽ മുന്നോട്ട് വയ്ക്കുന്നതും പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നതും ഇടതുപക്ഷ സർക്കാരാണ്. ആ ഇടതുപക്ഷ സർക്കാരാണ് ഇപ്പോൾ കേരളത്തിൽ അത് നടപ്പിലാക്കി കാണിക്കുന്നത്. ഇനി 2026 മുതൽ 2031 വരെയുള്ള കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ വരുമെന്നാണ് പ്രതീക്ഷ. കാരണം ജനങ്ങൾക്കിപ്പോൾ വളരെ കൃത്യമായിട്ട് അറിയാം, ഒരു കാരണവശാലും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ, വൃദ്ധരായ അച്ഛനും അമ്മയും ഉള്ള വീടുകളിൽ 4000, അച്ഛനും അമ്മയ്ക്കും കൂടെ 4000 രൂപ, 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീക്ക് 1000 രൂപ, പിന്നെ അങ്ങനെ 5000, 18 വയസ്സായ കുട്ടിയുണ്ടെങ്കിൽ അവൾക്കോ അവനോ കിട്ടുന്ന 1000 രൂപ. അങ്ങനെ 5000 രൂപ സർക്കാരിൻ്റെതായി ഒരു കുടുംബത്തിൽ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗം വരെയാണ്. ഇത് സ്വാഭാവികമായും ഇത് 1980 വരെയുള്ള ഇടതുപക്ഷ സർക്കാരുകളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത് ഗണ്യമായി 2006 മുതൽ 26 മുതൽ 31 വരെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഭരണകാലത്ത് വർദ്ധിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് വാഗ്ദാനങ്ങൾ നൽകുന്ന ആരായാലും അവരുടെ ചരിത്രം ജനങ്ങൾ പരിശോധിക്കും. ഇന്നത്തെ ഇന്റർനെറ്റ് യുഗത്തിൽ ആളുകളുടെ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇതിന് ഒരു വിലങ്ങുതടിയായി നിൽക്കുന്നില്ല എന്നുള്ള കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു.